നമസ്കാരം. പി.സി. ജോർജ് കൂടി ബി.ജെ.പിയിലെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. കെ. സുരേന്ദ്രൻ നയിക്കുന്ന എൻ.ഡി.എയുടെ കേരള പദയാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 13-ന് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യുന്നു. നേരത്തെ കേരള പദയാത്ര 12-ന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പര്യടനം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അമിത്ഷായുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് പരിപാടി 13-ലേക്ക് മാറ്റിയത്. 13-ന് വൈകിട്ട് 3-നാണ് പൊതുയോഗം. കേരള പദയാത്രയുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പര്യടനം 3-ന് ശനിയാഴ്ചയാണ്. 3-ന് വൈകിട്ട് 3-ന് മാമത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിനു ശേഷം കല്ലമ്പലത്തേക്കാണ് പദയാത്ര. കെ. സുരേന്ദ്രന്റെ പദയാത്രയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാകും പി.സി. ജോർജിന്റെ കേരള ജനപക്ഷം ബി.ജെ.പി ലയിക്കുക എന്ന വാർത്തയും. റബ്ബർ വിലയിടിവും കാർഷിക പ്രശ്നങ്ങളും നേരിടാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇടപെടൽ തേടുന്നത് കൂടിയാകും ലയനം. അതേസമയം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരിക്കുമെന്നും എന്തും വിളിച്ചു പറയുന്ന തന്റെ സ്വഭാവം മാറ്റുമെന്നും പി.സി. ജോർജും വാക്ക് നൽകുന്നു. പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ച് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിക്കും. നേരത്തെ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇനി അതുണ്ടാകില്ല. പാർട്ടി നിലപാടുകൾക്കനുസരിച്ച് മിതത്വം പാലിക്കും. അപ്പോൾ എന്താണ് പി.സിയുടെ ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യം? പി.സിയിലൂടെ ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് എന്താകും? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി.സി. ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളും നേരത്തെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വാശികളൊന്നുമില്ലെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല. പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നുമാണ് പി.സി. അതേസമയം കേരള രാഷ്ട്രീയത്തിൽ നിന്നും കുറച്ചൊരു ഇടവേളയെടുത്ത് പിന്നോട്ട് നിൽക്കുന്ന പി.സി. ജോർജിന്റെ ശക്തമായ മടങ്ങിവരവിന് തുടക്കമിട്ട നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് സൂചനകൾ. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ബി.ജെ.പി പിന്തുണയോടെ മത്സരിക്കാൻ ജനപക്ഷം ചെയർമാൻ പി.സി. ജോർജ് കരുക്കൾ നീക്കുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പി.സി. ജോർജ് എന്നും ബി.ജെ.പി പിന്തുണ കൂടിയുണ്ടെങ്കിൽ ഇവിടെ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് പി.സിയുടെ വിലയിരുത്തൽ. ശക്തമായ ക്രൈസ്തവ പിന്തുണയ്ക്കൊപ്പം ബി.ജെ.പി പിന്തുണ കൂടിയാകുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് പാർലമെന്റിലെത്തുമെന്ന് തന്നെയാണ് ജനപക്ഷം പ്രവർത്തകരും കരുതുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് ചുവടുമാറ്റി ചവിട്ടിയതും. ഹിന്ദു ക്രൈസ്തവ വിശ്വാസികൾ ഇടകലർന്നു ജീവിക്കുന്ന ഇടമാണ് പത്തനംതിട്ട മണ്ഡലം. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വ്യക്തിപരമായി ജോർജിന് സ്വാധീനമുണ്ടെന്നുള്ളതും വിജയ സാധ്യതയിലേക്കുള്ള മാർഗമായി അദ്ദേഹം കരുതുന്നുണ്ട്. ക്രൈസ്തവ സഭയുമായുള്ള അടുപ്പത്തിനൊപ്പം ബി.ജെ.പി പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് പ്രതീക്ഷയും. ത്രികോണ മത്സരത്തിൽ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെ വിജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയും പി.സി. ജോർജ് വച്ചു പുലർത്തുന്നുണ്ട്. പി.സി. പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കാനായി ഏകദേശം തീരുമാനമെടുത്തു കഴിഞ്ഞതായി തന്നെയാണ് സൂചനകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഒരു കൈ നോക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പി.സി. ജോർജ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനായി ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമാണെന്ന് തന്നെയാണ് പി.സിയുടെ വിശ്വാസവും. താൻ ഹിന്ദി പ്രാഥമിക് പാസ്സായിട്ടുണ്ടെന്നും അതിനാൽ ലോക്സഭയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാകില്ലെന്നുമാണ് പി.സി. ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എപ്പോഴും ബി.ജെ.പിയെ കൈയയച്ച് സഹായിക്കുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2,97,396 വോട്ടുകളാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്നും നേടിയത്. മൊത്തം വോട്ടിന്റെ 28.97% കെ. സുരേന്ദ്രൻ പിടിച്ചിരുന്നു. അന്ന് വിജയിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് 37.11% വോട്ട് ലഭിച്ചപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന് 32.80% വോട്ടുകളും ലഭിച്ചു. സുരേന്ദ്രന് ലഭിച്ച വോട്ടുകൾ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒട്ടും ചെറുതല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീഴുകയും സഭയുടെ വോട്ടുകൾ തനിക്ക് ലഭിക്കുകയും ചെയ്താൽ പത്തനംതിട്ടയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പി.സി. ജോർജ് പ്രതീക്ഷിക്കുന്നത്. കെ. സുരേന്ദ്രന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചിരുന്നില്ലെന്നും ബി.ജെ.പി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ പി.സി മത്സരിച്ചാൽ ആ വോട്ടുകൾ മറ്റെങ്ങും പോകില്ലെന്നതാണ് കണക്കുകൂട്ടൽ.
ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്കുള്ള ജയസാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് PC ജോർജ് മത്സരിക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നതും. മാത്രമല്ല, ബഫർ സോൺ, കേരയിൽ ശബരിമല അടക്കം സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രദേശമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ടാകുമെന്നും അത് കോൺഗ്രസിനേക്കാൾ ഉപരി PC ജോർജ് എന്ന വ്യക്തിക്കായിരിക്കും സഹായമാകുന്നതെന്നും BJPയും കരുതുന്നുണ്ട്. നന്ദി.